മഹാത്ഭുതമാണ് നമ്മുടെ ഉമ്മ എന്ന് പറയുന്നത്. ഉമ്മാനെ സന്തോഷിപ്പിക്കുക, ഉമ്മാനെ സംതൃപ്തിപ്പെടുത്തുക, ഉമ്മാൻ്റെ അടുത്ത് പോയിരിക്കുക. ഉമ്മാക്ക് വേണ്ടത് നമ്മൾ സമയത്ത് മരുന്നെത്തുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അതൊന്നും ഉമ്മാക്ക് വിഷയമല്ല. മക്കളിൽ നിന്ന് ഉമ്മാക്ക് എന്താ വേണ്ടത്? ഞാൻ ആഴ്ചയിൽ ഒരിക്കൽ ആടിനെ വാങ്ങും, ഉമ്മാക്ക് അതാണ് ഇഷ്ടം, ഉമ്മാക്ക് ഞാനത് കൊണ്ടേ കൊടുക്കും. ഉമ്മാക്ക് ഒന്നുമല്ല വേണ്ട. ഉമ്മാക്ക് എന്താ വേണ്ട? ഉമ്മാക്ക് നമ്മളൊന്ന് ഇങ്ങനെ ഒരു മുട്ടുക വേണ്ട, ഇങ്ങനെ ഒന്ന് തൊട്ടുരുമ വേണ്ട. പൂച്ചനെ വളർത്തുന്നവരുണ്ടോ? വീട്ടിൽ പൂച്ച ഉണ്ടെങ്കിൽ, നമ്മളോട് ഇണങ്ങിയ പൂച്ചകളുണ്ടെങ്കിൽ, പൂച്ചകൾക്കൊരു സ്വഭാവമുണ്ട്. അവർ വന്നാൽ നമ്മളെ കാലിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ഒന്നൊന്ന് ഉരസിപ്പോവും. ഒന്നിങ്ങനെ ഒരു ടച്ചിങ് എന്ന് പറയുന്നത് വലിയൊരു അനുഭവമാണ്. വീട്ടിൽ പൂച്ചുള്ള സ്ത്രീകൾ ഒന്ന് പൊയ്ക്കാതെ നമ്മൾ പറയും. നമ്മളെ വീട്ടിൽ നമ്മുടെ പൂച്ചയാണെങ്കിൽ ഒന്ന് പൊയ്ക്കുക എന്ന് നമ്മൾ പറയും. പൂച്ച എപ്പോഴും വന്നിട്ട് നമ്മളോടൊന്നിങ്ങനെ ഒരു ടച്ചിങ്. ഉമ്മാക്ക് വേണ്ടത് ടച്ചിങ് ആണ്. നമ്മൾ കുറേ പൈസ അയച്ചു കൊടുത്താലൊന്നും ഉമ്മയും വാപ്പയും തൃപ്തി. വാപ്പാൻ്റെ അടുത്ത് നിങ്ങൾ പോയിരുന്നിട്ട് വാപ്പാനെ തൊടുക എന്ന് പറയുന്ന വലിയ സംഭവമാണ്. തൊടുക ഇസ്ലാമികമായ നമ്മുടെ ഈ മുലാഖാത്ത് ഉണ്ടല്ലോ, നമ്മളിങ്ങനെ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മുസാഫത്ത് ചെയ്യണം, തൊടണം. തൊടുന്നതിന് വലിയ പ്രാധാന്യമുണ്ട്. രണ്ട് ശരീരങ്ങൾ തമ്മിൽ അനുവദനീയമായ മാർഗത്തിൽ തൊടുന്നതിന് വലിയ പ്രാധാന്യമുണ്ട്. നമ്മുടെ ഉമ്മാൻ്റെ അടുത്ത് പോയിട്ട് ഉമ്മാനെ തൊടുന്നത്, ഉമ്മാക്ക് നമ്മളൊന്ന് തൊടാൻ പറ്റണത്, മോനെന്ന് പറഞ്ഞിട്ട് മോളേന്ന് പറഞ്ഞിട്ട് നമ്മളൊന്നും ഉമ്മാക്ക് ഇങ്ങനെ തൊടാൻ പറ്റണത്. ഞാൻ എന്നും ഫോൺ ചെയ്യും. നമ്മളെന്താ ആശ്വസിക്കുന്നത്? എന്നും വിളിക്കും. ഞാൻ പോയിട്ടില്ല, പക്ഷെ ഉമ്മാനെ ഞാൻ എപ്പോഴും വിളിക്കലുണ്ട്. ഉമ്മാനോട് നമ്മൾ എപ്പോഴും സംസാരിക്കലുണ്ട്. ഉമ്മാക്ക് എല്ലാ സമയത്തും ഇപ്പോൾ എനിക്കോ ഭാര്യയ്ക്കൊന്നും പോയി നിൽക്കാൻ കഴിയില്ല. അപ്പം ഞാൻ തന്നെ കൂലി കൊടുത്തിട്ട് ഒരാളെ ഉമ്മാൻ്റെ കൂടെ നിർത്തിയിട്ടുണ്ട്. നമ്മളിതൊക്കെ ആശ്വാസം കാണുന്ന കാര്യങ്ങളെ ഞാൻ പറയുന്നത്. നമ്മൾ സ്വയം ആശ്വസിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഞാൻ ഉമ്മാൻ്റെ കൂടെ നല്ല ഒരാളെ നിർത്തി, അതിൻ്റെ ശമ്പളം ഞാനാണ് കൊടുക്കണത്. ഉമ്മാക്ക് 2500 റുപ്യ ആഴ്ചക്ക് മരുന്നിന് ഉമ്മാക്ക് വേണം, അത് ഞാനാ കൊടുക്കണത്. അങ്ങനെയൊക്കെ നമ്മൾ ആശ്വസിക്കുകയാണ്. നമ്മൾ ആശ്വസിക്കുന്ന വാക്കുകളാണ് ഞാൻ പറയുന്നത്, സ്വയം ആശ്വാസം കൊണ്ടെന്ന്. ഉമ്മാക്ക് ഇതൊന്നുമല്ല. 2500 മരുന്നിൻ്റെ പൈസ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും, പണിയെടുക്കുക ഒരാളങ്ങൾ നിർത്തിയില്ലെങ്കിലും, ഉമ്മ ഏറ്റവും അധികം സന്തോഷിക്കും ഉമ്മാൻ്റെ അടുത്ത് നമ്മൾ ചെല്ലുമ്പോഴാണ്. ഞാൻ ആ സാന്ദർഭികമായി പറഞ്ഞത്, അതൊരു വലിയ പുണ്യമാണ്, വലിയൊരു നന്മയാണ്.